നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 27. അങ്ങനെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുന്ന കാഴ്ച തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. സെൻസെക്സിന്റെ എക്സ്പയറിയും സമാധാനപൂർണ്ണം തന്നെയായിരുന്നു. എന്തെല്ലാം കാരണങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ കൺസോളിഡേഷനിലേക്ക് നയിക്കുവാൻ ഇടയാക്കിയതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. എങ്കിലും നിഫ്റ്റിക്ക് ഇന്ന് 23,858 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. എന്നാൽ രാവിലെ 11:30 23,983 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നെങ്കിലും പിന്നീട് ഈ ലെവൽ നിഫ്റ്റിക്ക് അങ്ങോട്ട് മറികടക്കുവാനുമായില്ല. തൽഫലമായി ഫ്ളാറ്റായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 141 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിക്ക് 239 പോയിന്റുകളുടെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 1582 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അതേസമയം 1400 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, പവർ ഗ്രിഡ് കോർപ്പ്, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ്, ഇറ്റേണൽ, NTPC തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനായപ്പോൾ ONGC, ITC, HDFC ലൈഫ്, HDFC ബാങ്ക്, SBI ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50യിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ മീഡിയ, പവർ, ക്യാപിറ്റൽ ഗൂഡ്സ് തുടങ്ങിയ മേഖലകൾക്ക് 3% നേട്ടം കൈവരിക്കുവാനായപ്പോൾ ഓട്ടോ, മെറ്റൽ, ടെലകോം തുടങ്ങിയ മേഖലകൾക്ക് 1% നേട്ടവും കൈവരിക്കുവാനായി. അതേസമയം FMCG, ബാങ്കിംഗ്, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ മേഖലകളിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടു. അതേസമയം ബോർഡർ മാർക്കറ്റ്സുകൾക്ക് തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുവാനായി. നിഫ്റ്റി മിഡ് ക്യാപ്പിന് 0.4% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ സ്മോൾ ക്യാപ്പ് നേരിയ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യൻ രൂപ ഇന്ന് ഫ്ലാറ്റ് ആയിട്ട് ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും ഒരു പൈസയുടെ നഷ്ടത്തോടുകൂടി 95.69 എന്ന ലെവലിലായിട്ടാണ് ട്രേഡിംഗ് അവസാനിപ്പിക്കുകയും ഉണ്ടായത്. വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപിന്റെ ഇറാൻ തന്ത്രം ഒരു പ്രയാസകരമായ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുന്നുവെന്നും അമേരിക്കക്കാർ മറ്റൊരു അനന്തമായ മിഡിൽ ഈസ്റ്റ് യുദ്ധത്തെ ഭയപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ട്സ് ആണ് US നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതും. എന്നാൽ അതേസമയം വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ രാവിലെ US ഭാഗത്ത് നിന്നും ഇറാനിൽ വീണ്ടും ആക്രമണം നടത്തിയതിനു ശേഷം കാര്യമായ പുതിയ ഡെവലപ്മെന്റ്സുകൾ ഇന്നലെയോ അതിനുശേഷം ഇന്നോ വന്നിട്ടുമില്ല. എന്നാൽ എണ്ണയുടെ വിലയിൽ ശക്തമായ ഇടിവും അനുഭവപ്പെടുന്നുണ്ട്. ഫിഫ വേൾഡ് കപ്പിന്റെ ഇന്ത്യയിലുള്ള ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടത്തിയതിനെ തുടർന്ന് സി എന്റർടൈൻമെന്റിന്റെ സ്റ്റോക്കിൽ ഇന്ന് 11% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ കാര്യത്തിൽ അദാനി പവർ ഇൻഫോസിസിനെ മറികടന്നു. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ കൺസോളിഡേഷനിലേക്ക് നയിക്കുവാൻ ഇടയാക്കിയ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യമായി തന്നെ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു ഇന്ന് നിഫ്റ്റി 23,800 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യാത്തോളത്തോളം. എന്നാൽ അതേസമയം അപ്പർ സൈഡിലേക്ക് 24,100 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കാത്തോടത്തോളം കൺസോളിഡേഷനുള്ള സാധ്യതകൾ ആയിരുന്നു നിലനിന്നിരുന്നതും അതിന്ന് മാർക്കറ്റിൽ പ്രാവർത്തികമാവുകയും ചെയ്തു. മാത്രമല്ല വാല്യൂ ബൈയിങ്ങും പ്രകടമായിരുന്നു. ഇതുകൂടാതെ തുടർച്ചയായി ഇന്ന് മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യ വിക്സിൽ ഗണ്യമായി ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 7% ഇടിവും രേഖപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തുടങ്ങിയതിനു ശേഷം ഇന്ന് ഇതാദ്യമായിട്ട് ഏകദേശം 3 മാസങ്ങൾക്ക് ശേഷം ഇന്ത്യ വിക്സിന് 15 എന്ന ലെവലിന് താഴെയായിട്ട് ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി. കൂടാതെ ഇന്ന് ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ രൂപയ്ക്ക് നേരിയ ഇടിവ് US ഡോളറിനെതിരെ നേരിടേണ്ടി വന്നെങ്കിലും വീണ്ടും ഇന്ത്യൻ രൂപയ്ക്ക് ശക്തിയാർജിക്കുവാൻ സാധിച്ചതും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണം ചെയ്തു. ഈ പറഞ്ഞ ഘടകങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിനെ ഇന്ന് പോസിറ്റീവായിട്ട് തുണച്ചപ്പോൾ വീഡിയോയുടെ ആദ്യം നമ്മൾ കണ്ട പോലെ തന്നെ US ഉം ഇറാനും തമ്മിലുള്ള ടെൻഷൻസിനെ കുറിച്ചുള്ള പുതിയ ഡെവലപ്മെന്റ്സുകളോ റിപ്പോർട്ട്സുകളൊന്നും പുറത്തു വരുന്നില്ലെങ്കിലും നിക്ഷേപകരുടെ മാർക്കറ്റിന്റെ ഇടയിൽ ആശങ്കകൾ നിലനിൽക്കുന്നതും US മാർക്കറ്റിനും യൂറോപ്യൻ മാർക്കറ്റ്സുകൾക്കും ഇന്ന് നേട്ടം തുടരുവാനായെങ്കിലും ഏഷ്യൻ മാർക്കറ്റ്സിൽ പൊതുവെ നേരിയ തോതിലുള്ള വീക്ക്നെസ് അനുഭവപ്പെട്ടതും തിങ്കളാഴ്ച 821 കോടി രൂപയുടെ ബൈയിങ്ങിന് ശേഷം ഇന്നലെ വീണ്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 2407 കോടി രൂപയ്ക്ക് നടത്തിയ സെല്ലിങ്ങും. കൂടാതെ ഇന്ന് സെൻസെക്സിന്റെ മന്ത്ലി എക്സ്പയറി ആയതിനാൽ തന്നെ ട്രേഡേഴ്സ് പുലർത്തിയ ജാഗ്രതയും. ഇതിനെല്ലാം പുറമെ നാളെ ബക്രീദ് ആയതിനാൽ ഇന്ത്യൻ മാർക്കറ്റിന് അവധിയാണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റില് പ്രശ്നങ്ങൾ ഒരു പരിഹാരത്തിലേക്ക് എത്തിച്ചേർന്നതിന്റെ വക്കിലെത്തിയപ്പോൾ വീണ്ടും കലമുടയുന്ന സാധ്യതകൾ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നാളെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ലോക്കൽ ഹോളിഡേ ആയതിനാൽ തന്നെ നിക്ഷേപകരും
ട്രേഡേഴ്സ് ഒക്കെ ജാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഘടകങ്ങളുടെയൊക്കെ സമ്മിശ്ര പ്രകടനം മൂലം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് കൺസോളിഡേഷനോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. എങ്കിലും ബെഞ്ച്മാർക്ക് ഇൻഡസ്ട്രീസുകളായ സെൻസെക്സും ബാങ്ക് നിഫ്റ്റിയും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ നിഫ്റ്റിക്ക് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും 6 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 0.5% അഥവാ 259 പോയിന്റുകളുടെ നേട്ടത്തിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%, ഫ്രാൻസ് മാർക്കറ്റ് 1%, ജർമ്മൻ മാർക്കറ്റ് 0.5%-ലേറെയും നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിൽ മിക്സ്ഡ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് ആണ് അനുഭവപ്പെടുന്നതും. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 3.5%-അടുത്തും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 4.5%-അടുത്തും ഇടിവാണ് അനുഭവപ്പെടുന്നത്. ഗോൾഡിന്റെ വിലയിലും 0.5% ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വില $90.22 ക്രൂഡ് ഓയിലിന്റെ വില $90.01 എത്തിച്ചേർന്നപ്പോൾ ഗോൾഡിന്റെ വില $4,485.80 per ഔൺസ് എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. LIC 10,000 കോടി രൂപ വരെ ഫണ്ട് സമാഹരിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ സ്റ്റോക്കിലെ 2% വരുന്ന ഓഹരികൾ വിൽക്കുവാൻ പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. റംസൺസ് ഇൻഡസ്ട്രീസ് 20 പൈസ പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡന്റിനുള്ള അനുമതി കമ്പനിയുടെ ബോർഡ് നൽകി. ജൂൺ 2, 2026 ഡിവിഡന്റിന്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുന്നതും. IT കോൺസ് സൊല്യൂഷൻസ് 3.36 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ആർക്കേഡ് ഡെവലപ്പേഴ്സ് മഹാരാഷ്ട്രയിലെ കണ്ടിവാലി ഈസ്റ്റിൽ 1,100 കോടി രൂപയുടെ ക്ലസ്റ്റർ പുനർവികസന പദ്ധതി പ്രൊജക്ട് കമ്പനിക്ക് ലഭിച്ചു. സെൻ ടെക്നോളജീസ് AI അധിഷ്ഠിത അതിർത്തി സുരക്ഷാ പരിഹാരമായ ഇന്റഗ്രേറ്റഡ് സ്മാർട്ട് ബോർഡർ സ്യൂട്ട് ഇന്ന് കമ്പനി ലോഞ്ച് ചെയ്തു. ഓല ഇലക്ട്രിക് ക്വിക്ക് കൊമേഴ്സ് ഗിഗ് വർക്ക് EV സെഗ്മെന്റിലേക്ക് പ്രവേശിക്കുവാൻ കമ്പനി പുതിയ സ്കൂട്ടറുമായിട്ട് വരുന്നു എന്നുള്ള റിപ്പോർട്ട്സ് ആണ് വരുന്നതും. HFCL റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നും 135 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഏവർക്കും ഈദ് മുബാറക് നേരുന്നു. നാളത്തെ അവധിയെല്ലാം കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.